വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തത്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. യന്മാദ്യസ്യേതോന്യയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിവൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദിവ്യകാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 1 to 17 ആണ്. 1 to 17. ഹരേ കൃഷ്ണ. ശൃണ്വതാം സുഖഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിഘ്നോതി സുഹൃത്സദാം. ശൃണ്വതാം സുഖഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിഘ്നോതി സുഹൃത്സദാം. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തഃ ഹി അഭദ്രാണി വിഘ്നോതി സുഹൃത് സദാ. ശൃണ്വത, അപ്പൊ ഭഗവാന്റെ സന്ദേശങ്ങളെ കേൾക്കുന്നതിന് നമുക്കൊരു ജാഗ്രത അല്ലെങ്കിൽ വ്യഗ്രത വളർത്തിയെടുക്കുന്നവരെയാണ് ശൃണ്വതാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വകഥ, ഭഗവാന്റെ സ്വന്തം വാക്യം. കൃഷ്ണ, പരമദിവ്യോത്തമ കൃഷ്ണായ ഭഗവാൻ. പുണ്യം, നന്മകൾ. ശ്രവണ, കേൾക്കുന്നു. കീർത്തന, പ്രകീർത്തിക്കുന്നു. ഹൃദ്യന്തസ്തഃ, ഒരുവന്റെ ഹൃദയത്തിനുള്ളിൽ. ഹി, തീർച്ചയായും. അഭദ്രാണി, അഭദ്രങ്ങളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം, ഭൗതിക വസ്തുക്കളെ നമ്മളിവിടെ അഭദ്രം എന്ന് പറയുന്നു. വിഘ്നോധി, പവിത്രീകരിക്കുന്നു. സുഹൃത്ത്, ഉപകാരി. സദാ, സത്യസന്ധമായ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു 16ാമത്തെ ശ്ലോകം തൊട്ട് അങ്ങോട്ട് എന്താണ് ഭക്തിയുടെ പുരോഗതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കീ ജയ്, ഗുരുദേവ് കീ ജയ്. പതിവായുള്ള ഭാഗവത കഥാശ്രവണത്തിലൂടെയും ശുദ്ധഭക്ത സേവനത്തിലൂടെയും
ഹൃദയമാലിന്യങ്ങളെല്ലാം നശിക്കുന്നു. അതോടൊപ്പം തന്നെ അതീന്ദ്രിയ ഗാനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷങ്കലുള്ള പ്രേമഭക്തിയുത സേവനം ദൃഢമായ പരമാർത്ഥമായി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അഭിന്നമല്ല. ആകയാൽ അപരാഹരഹിതമായ ഭഗവത് ശ്രവണ കീർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഭഗവാന്റെ തന്നെ സമാന ശക്തിയുള്ള അതീന്ദ്രിയ ശബ്ദരൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ സന്നിഹിതനാണെന്ന് നാം മനസ്സിലാക്കണം. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ശിക്ഷാഷ്ടകത്തിൽ ഭഗവാന്റെ ദിവ്യനാമത്തിൽ അദ്ദേഹത്തിന്റെ സമസ്ത അധികാര ശക്തികളും ഉള്ളതായി സുവ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അസംഖ്യം നാമങ്ങളിൽ അതേ അധികാര ശക്തികളെ പ്രദാനം ചെയ്തിരിക്കുന്ന ഭഗവത് നാമജപത്തിന് കർക്കശമായ നിയമ അനുസാരികൾ ഒന്നും തന്നെയില്ല. ഏകാഗ്രതയോടും ഭയഭക്തി ബഹുമാനങ്ങളോടെയും അവരവരുടെ സൗകര്യാർത്ഥം ആർക്കും ദിവ്യനാമം ജപിക്കാം. അതീന്ദ്രിയ ശബ്ദരൂപത്തിൽ സ്വയം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകാൻ തക്ക അനുകമ്പയുള്ളവനായിരുന്നു ഭഗവാൻ. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഭഗവത് നാമകർമ്മ ശ്രവണ കീർത്തനങ്ങളിൽ യാതൊരു പ്രതിപത്തിയുമില്ല. അതീന്ദ്രിയ ശ്രവണ കീർത്തന അഭിരുചി വികസിപ്പിക്കേണ്ടതിനെ പറ്റി നാം നേരത്തെ വിശദമാക്കി കഴിഞ്ഞു. ശുദ്ധ ഭഗവത് ഭക്ത സേവന മാർഗത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ധനത്താലും സ്ത്രീയാലും ആകർഷിക്കപ്പെടുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്തെന്നാൽ സ്മരണാതീതമായ കാലം മുതലേ സകലമാന ജീവാത്മാക്കളും അത്തരം ഭൗതിക വസ്തുക്കളുമായി സമ്പർക്കത്തിലായിരുന്നു. ആകയാൽ ഈ വിദേശ സ്വഭാവത്തിൽ നിന്നും പൂർവസ്ഥിതിയിലാകാൻ സമയമെടുത്തു. എന്നാൽ ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രവിക്കുന്നതിൽ ഒരാൾ വ്യാപൃതനായാൽ അതവന്റെ യഥാർത്ഥ അവസ്ഥയുണ്ടെന്ന് ക്രമേണ മനസ്സിലാക്കാൻ സഹായിക്കും. ഭഗവത് കൃപയാൽ അത്തരം ഭക്തനെ പ്രക്ഷുബ്ധമായ അവസ്ഥയെ സ്വയം പ്രതിരോധിക്കാൻ പര്യാപ്തമായ ശക്തി ലഭിക്കുന്നു. അങ്ങനെ ക്രമേണ എല്ലാ പ്രതിബന്ധ ഘടകങ്ങളും അവന്റെ മനസ്സിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഹരേ കൃഷ്ണ. അദ്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുവിൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാത്വജാതം സഹഗണരത്നാദനിതം തം സജീവം സാത്വീതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്യതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകം നമ്മള് 16-ാമത്തെ ശ്ലോകം തൊട്ട് 22-ാമത്തെ ശ്ലോകം വരെയും ഭക്തി എങ്ങനെയാണ് പുരോഗതി പ്രാപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന ശ്ലോകം. നമുക്ക് ഭക്തിയിൽ കൂടി എവിടെയാണ് എത്തിപ്പെടേണ്ടത്, നമ്മുടെ ഉദ്ദേശ്യം എന്താണ്, അപ്പം അതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്തെല്ലാം അതിൽ ചെയ്യണം, അതിനുവേണ്ടി ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനം നമുക്കൊന്നുണ്ട്. ആ സ്ഥാനം എന്താണെന്ന് നമുക്ക് മധുസൂദന സരസ്വതി തിരുവടികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നു, വേദാന്ത സൂത്രത്തിന് ഭാഷ്യം എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ്. എന്താണ് ഈ വേദാന്ത സൂത്രം? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. വേദാന്ത സൂത്രം എന്ന് പറയുന്നത് എന്താണ്? ആർക്കും ഓർമ്മയില്ലേ? അത് നിറച്ച് എന്താണുള്ളതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് വേദാന്ത സൂത്രത്തെ കുറിച്ച്. ഭാഗവതം എഴുതുന്നതിന് മുമ്പായിട്ട് വേദവ്യാസ മഹർഷി സ്ത്രീകൾക്കും ദ്വിജബന്ധുക്കൾക്കുമായിട്ട് വ്യാസദേവൻ എഴുതിയതാണ് വേദാന്ത സൂത്രമാക്കി അല്ലേ? അല്ല മാതാജി, ഹരേ കൃഷ്ണ. വേദാന്ത സൂത്രം എന്ന് പറയുന്നത് ഭാഗവതം എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോളജ് പകർന്നു തരുന്നതിന്. അതുപോലെ നമുക്ക് ആരെയാണ് ആശ്രയിക്കേണ്ടത്, എന്താണ് ശുദ്ധമായിട്ടുള്ളത്, എന്താണ് ഭക്തിയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്, ഈ വക കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായിട്ട് അദ്ദേഹം വേദാന്ത സൂത്രം രചിച്ചിട്ടുണ്ട്.
ഈ ഭാഗവത്തിൽ എന്തുണ്ടോ അത് വേദാന്ത സൂത്രത്തിലുണ്ട്. ഭാഗവതം തന്നെയാണ് വേദാന്ത സൂത്രം. വേദാന്ത സൂത്രത്തെയാണ് ഭാഗവതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ അത് പക്ഷേ ഫോർമുല രൂപയിൽ സൂത്ര രൂപത്തിലായിപ്പോയി. അപ്പൊ ആ സൂത്രം പഠിച്ചവർക്ക്, സൂത്രം പഠിക്കാൻ വളരെയധികം ഫോർമുലാസ് ഒക്കെ പഠിച്ചെടുക്കാനും സംസ്കൃത ശ്ലോകങ്ങൾ പഠിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആരും അത് തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അറിവുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകുമായിരുന്നുള്ളൂ, ഒരുപാട് അറിവുള്ളവർക്കേ മനസ്സിലാകുമായിരുന്നു. അപ്പൊ സൂത്ര രൂപത്തിലുള്ള ആ പുസ്തകത്തിൽ എന്തോ പറഞ്ഞിരുന്നു അത് തന്നെയാണ് നമ്മുടെ ഈ അമല പുരാണമായ ഭാഗവതത്തിലേക്ക് വേദവ്യാസൻ പകർത്തി തന്നത്. അതൊക്കെ എഴുതിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വേദാന്ത സൂത്രം രചിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് തോന്നുന്നത്, ആ ഒരു വിഷമം, മറ്റുള്ളവർക്ക് ഇത് എത്തിക്കുന്നത് ശരിയായില്ലല്ലോ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വേദാന്ത സൂത്രം എഴുതി അതിന് ഭാഷ്യം എഴുതിയിരുന്നത് മധുസൂദന സരസ്വതിയായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വംശീ വിഭൂഷിതകരാൻ നവനീതധാര പീതാംബരാതരുണബിംബ ഫലാദരോഷ്ട പൂർണേന്ദു സുന്ദരമുഖാദരവിന്ദ നേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വം ന ജാനേ. ഇത് ആ ഒരു ഭാഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നവനീതധാരിയായിട്ട് എന്ന് വെച്ചാൽ എന്താണ്, വേണുഗാനം ചെയ്ത് നവനീതം കയ്യിൽ പിടിച്ച് പെയ്യാൻ പാകത്തിൽ നിൽക്കുന്ന കറുത്ത കാർമേഘ ശോഭയോടുകൂടി പീതാംബരാത് അരുണബിംബ ഫലാദരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാ, എല്ലാ സുന്ദര മുഖത്തോടുകൂടി അരവിന്ദ നേത്രാ, എല്ലാ ഭാഗത്തെയും ഭഗവാനെ മൊത്തമേ വർണ്ണിച്ചിരിക്കുകയാണ്. അരവിന്ദ നേത്രാ, അങ്ങനെയുള്ള ആ കൃഷ്ണാത് പരം കിമപി തത്വം ജാനേ, എനിക്ക് അതിനേക്കാൾ വലുതായിട്ട് ഒരു തത്വം നമുക്ക് അറിയേണ്ടതായിട്ടില്ല, അതറിഞ്ഞാൽ മതി. എന്താണ്? ആ വംശീ വിഭൂഷിതകരാൻ നവനീതധാര പീതാംബരാത് അരുണബിംബ ഫലോദരോഷ്ടാത് പൂർണേന്ദു സുന്ദരമുഖാത് അരവിന്ദ നേത്ര, അങ്ങനെയുള്ള ആ ഭഗവാനെ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നാണ് അതിനുള്ള ആ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം സൂത്രത്തിലാണ്, സൂത്രങ്ങൾ നമ്മൾ ഫോർമുലയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെക്കുറിച്ച് ഭാഷ്യം എഴുതാൻ പലരും മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹമാണ് ആദ്യമായിട്ട് ഭാഷ്യം എഴുതാൻ അദ്ദേഹത്തിനാണ് കഴിഞ്ഞത്. അപ്പൊ നമ്മളെ ഭൗതിക ഉപാധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. അവിടെ അതിനെയാണ് നമ്മളെ സ്വരൂപേണ വ്യവസ്ഥിതി അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മള് എന്ത് ഉപേക്ഷിക്കണം? ഭൗതിക ഉപാധികളെല്ലാം നമുക്ക് അതെല്ലാം ഉപയോഗിക്കണം, പക്ഷെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടാൻ നമ്മൾ വെക്കുകയല്ല, അതിന് എത്ര പ്രാധാന്യമേ നമ്മൾ കൊടുക്കാവൂ. അങ്ങനെ കൊടുത്തുകൊണ്ട് ഭഗവാന്റെ യഥാർത്ഥ ആ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മളെ സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയും. അവിടെ നിന്ന് നമ്മൾ സർവോപാധി വിനിർമുക്തം, എന്താണ്, തത്പരത്വേന നിർമ്മലം, അവിടെ നിന്നുകൊണ്ട് ഹൃഷീകേശസേവനം ഭക്തി രുച്യത എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഭക്തി എങ്ങനെ കിട്ടാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഭക്തി പുരോഗതി പ്രാപിച്ചു വരുന്നത് എങ്ങനാണെന്നുള്ള ഒരു എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പോകുന്നത് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലെ 16 തൊട്ട് 22 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ നമുക്കൊരു സ്ഥലത്ത് പോകണം, വണ്ടിയിൽ കയറിയിടുന്നു, നമുക്ക് ആ സ്ഥലം അറിയത്തില്ല എങ്കിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ ആരോടെയും ചോദിച്ചു പോകാം, വെളിയിലൊക്കെ ആണെങ്കിൽ അത് ചോദിക്കാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ GPS ഉപയോഗിക്കും. ആ GPS ഉപയോഗിച്ച് അവസാനം നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുന്നത് പോലെ ഇവിടെ മാധുര്യ കദംബനി, വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ മാധുര്യ കദംബനി എന്ന് പറഞ്ഞ അതിനകത്ത് 9 സ്റ്റേജസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എന്തിലേക്ക്? കൃഷ്ണനിലേക്ക് നമ്മളെ നയിക്കുന്ന 9 സ്റ്റേജസ് പറഞ്ഞു തരുന്നുണ്ട്. ആ സ്റ്റേജസ് ആണ് ആദൗ ശ്രദ്ധ തഥാ സാധുസംഗോധ ഭജനക്രിയ തതോ അനർത്ഥ നിവൃത്തി സ്യാത് തതോ നിഷ്ഠ രുചിസ്തത തഥാസക്തിസ്തതോ ഭാവ തഥ പ്രേമാഭ്യുദഞ്ചതി സാധകാനാമയം പ്രേംന ഭാതുർഭാവേ ഭവ്യക്രമ. മിക്കവാറും എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും അറിയാവുന്നതാണ് ഇത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ഭാവം, പ്രേമം. ഇത്രയുമാണ് നമ്മളെ നയിക്കുന്ന ഘടകങ്ങൾ, നമ്മളെ അവിടെ എത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ആദ്യമേ ശ്രദ്ധയാണ്, പിന്നെ സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ഭാവം, പ്രേമം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമ്മള് അവിടെ എത്തിച്ചേരുന്നതിന് എന്തെല്ലാം വേണം എന്നുള്ളത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതിനകത്ത് ഈ ഭക്തി പുരോഗതി പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ 16ാമത്തെ ശ്ലോകം, കഴിഞ്ഞ ദിവസത്തെ ശ്ലോകം നമ്മൾ പഠിച്ചതിനകത്ത് 3-4 പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് എടുത്തെങ്കിലേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ, ഈ ശ്ലോകം പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നിനകത്ത് ശ്ലോകം എന്ന് പറയുന്നത് ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചി സ്യാൻമഹത് സേവയാ വിഭ്ര തീർത്ഥ നിക്ഷേപണാത്. അപ്പം അവിടെ എന്താണ് പറഞ്ഞത്? സ്യാൻ മഹത് സേവായ വിപ്രന്മാരെ സേവിക്കുക. മഹത് സേവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്യാൻ മഹത് സേവായ വിപ്ര. അപ്പം അവരെ സേവിക്കുന്നത് വഴി, അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധയാണ് എന്ന് പറഞ്ഞു. ആ ശ്രദ്ധ എങ്ങനെ നേടിയെടുക്കാം എന്ന് പറയുകയാണ്. അപ്പൊ അതിലെ സ്യാൻ മഹത് സേവായ വിപ്ര, ആദ്യം ആ ശ്രദ്ധ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിപ്രന്മാരെ സേവിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്യാൻ മഹത് സേവായ വിപ്ര. അപ്പൊ സേവിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ള 14 സ്റ്റേജസ് ഈ 9 കൂടി നമ്മൾ നേടിയെടുക്കണം. ഒന്നാമത്തേത് സദാകൃപ കിട്ടും. ആരുടെ കയ്യിൽ നിന്ന് കിട്ടും? നമ്മൾ സേവിക്കുന്ന ഭക്തന്മാരിൽ നിന്ന്, ശുദ്ധഭക്തന്മാരിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് അകാരണമായ കാരുണ്യം നമുക്ക് കിട്ടും. ഒന്നാമതായിട്ട് സ്യാൻ മഹത് സേവയാ വിപ്ര, അതിൽ നിന്ന് കിട്ടുന്നത് അകാരണമായ കാരുണ്യം നമുക്ക് ലഭിക്കും. പിന്നെ അടുത്ത വാക്ക് പറഞ്ഞേക്കുന്നത് ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ, നമ്മൾ അവരെ ശുശ്രൂഷിക്കണം. എങ്ങനെയാണ് നോക്കിക്കേ? വിത്ത് ഫെയ്ത്ത് കൊണ്ട്, വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ശ്രദ്ധിക്കാൻ, അവരെ സേവ ചെയ്യാൻ, അവർക്ക് സേവ ചെയ്യാൻ. അപ്പം ഭക്തന്മാരെ സേവ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത വാക്ക് പുണ്യതീർത്ഥ നിക്ഷേപണാത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുണ്യതീർത്ഥത്തിന്റെ പാദത്തിൽ, തീർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഗുരു എന്നുള്ള അർത്ഥം, ആ ഗുരുപാദങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പണം നടത്തണം, സമർപ്പിക്കണം. അപ്പൊ ഗുരുപാദാശ്രയ, ഗുരുവിന്റെ പാദത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുക തന്നെ ചെയ്യും. ഗുരുപാദാശ്രയ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യമേ സ്യാൻ മഹത് സേവയാ വിപ്ര, പിന്നെ ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ, പിന്നെ പുണ്യതീർത്ഥ നിക്ഷേപണാദിന്റെ അടുത്തേക്ക്, പാദത്തിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടുക. വാസുദേവനിൽ അപ്പോൾ കഥാരുചി നമുക്ക് വരണം. അപ്പൊ അത് 3 കാര്യം: സദാകൃപ, ഡിവോട്ടീസിന്റെ മേഴ്സി, പിന്നെ അടുത്ത മഹത് സേവ എന്ന് വെച്ചാൽ സർവീസ് ടു ഡിവോട്ടീസ്, പിന്നെ ശ്രദ്ധ, എന്താണ്? ഭക്തന്മാരെ സേവിക്കുന്നതിലുള്ള കഴിവ്. അടുത്തത് ഗുരുപാദത്തിലുള്ള ആശ്രയം. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ 16ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? ശ്രദ്ധ, സാധുസംഗം, പിന്നെന്തൊക്കെയായി? ഭജനക്രിയ. ഈ 3 കാര്യങ്ങൾ നമുക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകത്തിൽ, നമ്മൾ ഇപ്പൊ എടുക്കുന്ന ഈ ശ്ലോകത്തിൽ എന്തൊക്കെയാണ്? ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന കൃത്യന്തസ്തോ ഹി അഭദ്രാണി വിധിനോതി സുഹൃത്സത. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ആ വർഷിപ്പ് ചെയ്യാനുള്ള ഈഗർനെസ് നമ്മളിൽ ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ സംസ്കൃതത്തിൽ ഭജനേഷു സ്പൃഹ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ്? കൃഷ്ണനെ വർഷിപ്പ് ചെയ്യാനുള്ള ഈഗർനെസ് നേടിയെടുക്കുക. അപ്പഴേ കൃത്യന്തസ്തോഹി അഭദ്രാണി വിധിനോതി സുഹൃത്സത. അപ്പൊ ആ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന സർവസ്യജാഹം ഹൃദിസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അവോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത്യേത വിജയവച. ആ ഇങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മുടെ അഭദ്രങ്ങളെല്ലാം മാറ്റി, അനർത്ഥങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഭഗവാനെ വിളിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരും എന്നാണ് ഈ 16ഉം 17ഉം ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 18, 19 അങ്ങോട്ട് പോകുന്നതും ഇതിന്റെ തുടർച്ച തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ഭാവം, പ്രേമ. ലാസ്റ്റ് നമ്മൾ 21 ശ്ലോകത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പ്രേമഭാവം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളിലെ അപ്പൊ ഒരു എന്താണ്, ഏതെല്ലാം ഭാവത്തിൽ കൂടി നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും? പല ഭാവങ്ങളുണ്ട്, പല രീതിയിലുണ്ട്. നമുക്കെല്ലാം അറിയാം, ശ്രീല പ്രഭുപാദൻ വെറും ഒരു കള്ളനെ പോലും
പിടിച്ച് അദ്ദേഹത്തിന്റെ ആ തത്വങ്ങൾ വഴി എന്ത് ചെയ്തു, ഒരു മഹാരാജാക്കി മാറ്റി. അപ്പൊ കഥ നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു ദിവസം ഒരു പോലീസുകാര് വിദേശ രാജ്യത്താണ് ഒരു കള്ളനെ ഓടിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹം ഒരു ട്രക്ക് ഡീലർ അങ്ങനെ ഏതാണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, കള്ളക്കടത്ത് നടത്തിയിട്ട് അദ്ദേഹത്തെ ഓടിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ പോലീസുകാരിന് അടുത്തെത്തി യാതൊരു രക്ഷയുമില്ല. ആ സമയത്താണ് അതാ ഒരു ഹരേ കൃഷ്ണ വിശ്വാസികൾ ഡിവോട്ടീസ് എല്ലാം കൂടി ഹരിനാമ കീർത്തനം ചെയ്തുകൊണ്ട് ഇങ്ങനെ നല്ല താളമേളങ്ങളോടുകൂടി ഒരുപാട് പേര്. ഇദ്ദേഹം വിചാരിച്ച് രക്ഷയില്ല, ഇതിനകത്ത് കയറിയേക്കാം, പിന്നെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അദ്ദേഹം അതിനകത്ത് അങ്ങ് കയറി അവരുടെ കൂടെ ശരിക്കും താളങ്ങൾ അടിച്ച് ഇയാളും പാടി അങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞു അവരെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയപ്പോ അവരുടെ ഇതെല്ലാം നിർത്തി അവരങ്ങ് കയറി. ഇദ്ദേഹവും കയറി, അല്ലെങ്കിൽ പോലീസുകാർ വരുമല്ലോ, അതുകൊണ്ട് ഇദ്ദേഹം അതിനകത്ത് കയറി. അവിടെ കയറി ഉടനെ എന്ത് ചെയ്തു, അവരെളുപ്പം ചെന്നിട്ട് ശരീരമൊക്കെ ഫ്രഷായി ഓടി വന്നു, ആഹാരം കഴിച്ചു. ഇദ്ദേഹം രാവിലെ തൊട്ട് വിശന്നിരിക്കുക, പ്രസാദമെല്ലാം കഴിച്ചു. ഉടനെ പ്രാർത്ഥനയ്ക്ക് പോയി, പൂജ ഉണ്ടായിരുന്നു, ശയനാരതിക്ക് പോയി, ശയനാരതി കഴിഞ്ഞു, ആഹാരം കഴിച്ചു. എല്ലാം കിടക്കാൻ പോകുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, പോയി കിടന്നു. ആ നേരം വെളുത്ത് 3 മണിയായപ്പോഴത്തേക്ക് എല്ലാരും ചാടി എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, മംഗളാരതിക്ക് പോകുന്നു. ഇദ്ദേഹവും മംഗളാരതിക്ക് പോയി. ഇങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പുറത്ത് അഡ്വർടൈസ്മെന്റ് എല്ലാം കിടക്കുന്ന ആളുടെ ഫോട്ടോയുണ്ട്, ഈ കള്ളനെ പിടികൂടുന്നവർക്ക് ഇത്ര $, കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇദ്ദേഹം ഇങ്ങനെ രാവിലെ തൊട്ട് മംഗളാരതിയും അത് കഴിഞ്ഞ് എല്ലാ പൂജകളിലും പങ്കെടുക്കും. അവിടുന്ന് ഞാൻ ഇതിനകത്ത് വന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആളായിട്ട് അങ്ങ് മാറി. ഡെയിലി ഇത് ചെയ്ത് ഭഗവാന്റെ ആ ഒരു ഭക്തനായി മാറി. 1 വർഷം അവിടെ അങ്ങ് കഴിച്ചു കൂട്ടി. അപ്പൊ 1 വർഷം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിലാകെപ്പാടെ ഒരു വിഷമം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊരു ഇതിൽപ്പെട്ട ആളല്ലല്ലോ എന്നൊരു ചിന്തയായിട്ട് അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഭക്തനൊന്നും അല്ല, ഞാൻ ഇങ്ങനെ പിടിക്കപ്പെട്ടപ്പം ഇവിടെ വന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരി, നീ ഇപ്പം നീ എല്ലാം ശിഖയും ഒക്കെ വെച്ച് തലമുടിയെല്ലാം മുട്ടയൊക്കെ അടിച്ചു, പിന്നെ ആകെ മുണ്ടും ഒക്കെ നല്ല ഭക്തനെ പോലെ ഉടുത്ത് ക്ലാസ് എടുക്കും, നല്ലതായിട്ട് എല്ലാ ഭാഗവതവും പഠിച്ചു, ഭഗവത്ഗീതയും പഠിച്ചു, എല്ലാം അദ്ദേഹത്തിന് അറിയാം. എല്ലാ രീതിയിലും ശുദ്ധ ഭക്തനെ പോലെ അങ്ങായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു, എന്നാലും എനിക്ക് പോലീസിൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ കയറ്റി ഇങ്ങനെ നിർത്തിയേക്കുന്നത് തെറ്റാണ്, ഇതിന്റെ പടമുണ്ട് വെളിയിലൊക്കെ, ഫോട്ടോയുണ്ട്. അപ്പൊ അവിടെ ഇദ്ദേഹം അത് കേട്ടപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞെങ്കിൽ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് ഏക്കാം എന്ന് പറഞ്ഞു, എന്റെ കുറ്റം ഏക്കാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇങ്ങനെ 1 വർഷം മുമ്പേ ഇവിടെ നിന്ന് പോയ ആളാണ്. അവരൊക്കെ അതേ മറന്നു കഴിഞ്ഞു, ഫോട്ടോയൊക്കെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ചോദിച്ചു, നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഇങ്ങനെ ഹരേകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അപ്പൊ ക്ഷേത്രത്തിൽ നീ എന്താ ചെയ്യുന്നത്? നീ ഒരു കള്ളനല്ലേ, നീ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വല്ലതും തട്ടിയെടുക്കുകയാണോ? ഇല്ല, ഞാൻ അതൊക്കെ മാറ്റി, ഞാൻ അത് അവര് ചെയ്യുന്നത് പോലെ എല്ലാം 3 മണിയാവുമ്പോ ഞാൻ എഴുന്നേക്കും, തണുപ്പ് പിടിച്ച രാജ്യമാണ്, അവിടെ നിന്ന് എഴുന്നേക്കും, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആ പോലീസുകാരൻ പറഞ്ഞു, നീ ഇതിൽ കൂടുതൽ നീ എന്താണ് അനുഭവിക്കാനിരിക്കുന്നത്? ഈ തണുപ്പില് നിന്നെ 3 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നു, നീ ആരതിക്ക് പോകുന്നു, നീ ഇതെല്ലാം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അതിൽ കൂടുതൽ ഒരു ശിക്ഷ ഇനി നിനക്ക് എന്താണ് തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടിയ ഒരു കഥ. അപ്പൊ പ്രഭുപാദരുടെ ഐഡിയാസ് അനുസരിച്ച് ജീവിച്ച് ഒരു കള്ളൻ ഒരു ശുദ്ധ ഭക്തനായി മാറി. ഇന്ന് ഏത് മഹാരാജാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട ഒരു കഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ അതുകൊണ്ട് ആ ഒരു പ്രഭുപാദരുടെ ഓരോ ദിവസത്തെയും അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മളെ ഏത് രീതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതാണ് നമ്മൾ ആ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഭക്തി പുരോഗതി പ്രാപിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നതുകൊണ്ട് പറയുകയാണ്. അപ്പം ഗുരുപാദാശ്രയത്തിൽ, ഗുരുവിൽ ആ തീർത്ഥത്തിൽ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് മാറിപ്പോകാൻ തോന്നുകയില്ല എന്നുള്ളതാണ്. സർക്കംസ്റ്റൻസസ് ആകെ മാറി അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി മാറിയതുപോലെ നമ്മളും ആ രീതിയിലേക്ക് നമുക്ക് എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു കഥയാണ് നമുക്കിവിടെ പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ 16-17 നിന്ന് നമുക്ക് കിട്ടുന്നത് ശ്രദ്ധ, സാധുസംഗ,
ഭജനക്രിയ, ഈ മൂന്നും ചെയ്യുമ്പോഴേക്ക് നമുക്ക് അഭദ്രാണി ഉണ്ടാകും. ഹൃദ്യന്തസ്തോഹി അഭദ്രാണി വിധിനോതി സുസദ. നമ്മുടെ ഹൃദയാന്തരഭാഗത്തിരിക്കുന്ന ഭഗവാൻ നമുക്ക് എന്ത് തരും? ഈ അനർത്ഥത്തെ മാറ്റിത്തരും എന്നാണ്. പക്ഷെ ഭക്തി ശ്രദ്ധയോടുകൂടി വേണം ഇതെല്ലാം ചെയ്യാന്. ഈ സദാകൃപ കിട്ടണം, മഹത് സേവ ചെയ്യാൻ തയ്യാറാകണം, ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കണം, ഗുരുപാദാശ്രയത്തിലേക്ക് നമ്മളെ അങ്ങ് ആശ്രയിക്കത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ ആക്കി എടുക്കണം. അപ്പോഴ് വർഷിപ്പ് ചെയ്യാനുള്ള ഭാവം ഉണ്ടാകുകയും ഇത്രയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാൻ നമ്മുടെ അനർത്ഥത്തെ കുറേശ്ശെയായി മാറ്റിത്തരികയും ചെയ്യും എന്നാണ് ഈ 17ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പാവങ്ങൾ ഇനിയും 17, 18, 19, 20, 21 ശ്ലോകങ്ങളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മള് ഒരു ഭക്തന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ കേൾക്കാനുള്ള അഭിരുചി വർദ്ധിപ്പിക്കണം. ആ ഒരു ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ, നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതാണ്. നമുക്ക് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അത് കേൾക്കാൻ കഴിയണം. അതിന് നമുക്ക് എന്ത് വേണം? ഒരു ഭക്തന്റെ കാരുണ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഒരു ഭക്തന്റെ കാരുണ്യം കിട്ടിയാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഭഗവാൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരണം. ഭഗവാൻ ഒരു നിരപേക്ഷ സത്യമാണ് ഭഗവാൻ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് വേണം? ഒരു പരമഭക്തന്റെ, ഒരു ശുദ്ധഭക്തന്റെ അനുഗ്രഹം നമ്മളിൽ കിട്ടണമെന്നുള്ളതാണ്. ഭഗവാൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ എന്ന് പറയുമ്പം മൂന്ന് കാലങ്ങളിലും 3 ഗുണങ്ങളിലും 3 രീതിയിലും എല്ലാത്തിലും സത്യമായിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞു തരാൻ ആ സത്യാത്മകത്തെ ശരണം പ്രപന്ന, അവിടെ നമ്മൾ ശരണം പ്രാപിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശുദ്ധഭക്തന്റെ സഹായം നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ധാമം, ലീലകൾ, ഭക്തന്മാർ, ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തുല്യമാണ്. ശുദ്ധഭക്തന്മാര് പോലും ഇതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പം നാമവും രൂപവും ഗുണവും ധാമവും ലീലകളും ഭക്തന്മാരും ഇതെല്ലാം തുല്യമാണ്. അപ്പൊ നമ്മളും ഭഗവാൻ, നമ്മളാണെങ്കിൽ എന്താണ്? നമ്മളെന്ന് പറയുന്നത് ഒരാത്മാവ്. ആര് ചോദിച്ചാലും പറയും ഞാൻ ഒരു ആത്മാവാണ്. ആ ആത്മാവിന് നമുക്ക് വേറൊരു പേരുണ്ട്. പക്ഷെ ആ പേരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കൃഷ്ണ ഭഗവാന്റെ ലീലകൾ വിവരിക്കുമ്പോഴേ നമ്മൾ ഭഗവാനുമായി അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ ഭഗവാനും നമ്മളും അടുത്തിരുന്നുകൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് അങ്ങ് അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം, ഉടനെ ശുദ്ധഭക്തന്മാർക്കാണെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? എക്സ്റ്റാറ്റിക് ലവ് വരും. അപ്പൊ ആ ഒരു എക്സ്റ്റാറ്റിക് ലവിൽ എത്തുമ്പോൾ എന്തുണ്ടാകും? നമ്മളൊക്കെ ഒരു ഗോവിന്ദ് മഹാരാജനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ലീലകൾ കേട്ട് കഴിഞ്ഞാല് പിന്നെ അദ്ദേഹത്തിന് അനക്കമേ ഇല്ല. ആ ലീലകളിൽ അങ്ങ് മുഴുകിപ്പോവും. അത്രയ്ക്ക് അവരുടെ ഭാവം അവർ വളർത്തിയെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. സ്റ്റണ്ടായിട്ട് അങ്ങ് ഇരുന്നു പോകും. ശരീരം ചിലപ്പോൾ വിറയ്ക്കും, ചിലപ്പോഴെന്ത് ചെയ്യും? രോമാഞ്ചമുണ്ടാകും, ചിലപ്പം വാക്ക് വരാതെ ഇരിക്കും, ചിലപ്പം വിളർച്ചയുണ്ടാകും, കണ്ണീര് വരും. അങ്ങനെ പല ഭാവങ്ങൾ ശുദ്ധഭക്തന്മാർക്ക് കൃഷ്ണലീലകൾ കേൾക്കുമ്പോൾ ഉണ്ടാകും. നമുക്കാണെങ്കിൽ എന്തുണ്ടാകും? ലീലകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ലീലകൾ കേട്ടാൽ നമ്മൾ എന്ത് കരുതും? നമുക്ക് സന്തോഷം തോന്നും, അല്ലെ? വീണ്ടും കൃഷ്ണലീലകൾ കേൾക്കാനുള്ള ആഗ്രഹം നമ്മളിലെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കൃഷ്ണലീലകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അവിടേക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. ആ ഒരു അസോസിയേഷൻ, നമുക്ക് ഭഗവാനുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്ന ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ ജപിക്കുമ്പോഴായാലും ഭഗവാന്റെ രൂപം കാണുമ്പോഴായാലും ശ്രീമദ് ഭാഗവതമോ ഭഗവത്ഗീതയോ വായിക്കുമ്പോഴായാലും ഏതെങ്കിലും ഒരു ധാമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴായാലും ശരി, അതിവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഭഗവാനുമായിട്ട് അസോസിയേഷനാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ, ഇപ്പൊ നമ്മളൊരു ബുക്ക് എടുത്തു വെച്ചു, ഇത് ഭഗവാനാണ് എന്ന് കരുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ, അല്ല എങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല. അപ്പം നമ്മൾ ഈ ചെയ്യുമ്പോഴെല്ലാം ഒരു ഭഗവാന്റെ ധാമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും
നമുക്ക് ഭഗവാനുമായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് കിട്ടണമെന്നാണ്. അപ്പൊ നമ്മളെ ഗോവർദ്ധനത്തെ കുറിച്ച് നമ്മൾ പോയിട്ടുള്ളവർക്ക് ഗോവർദ്ധനത്തെ കുറിച്ചോ രാധാകുണ്ടിനെ കുറിച്ചോ ശ്യാമകുണ്ടിനെ കുറിച്ചോ വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചോ ഇതൊക്കെ ഓർത്തിട്ട് നമ്മളെ ആനന്ദം കൊള്ളുന്ന അവസരത്തിൽ നമ്മൾ ഭഗവാനുമായിട്ട് അസോസിയേഷനിലായിരിക്കും. നമ്മൾ അവിടുത്തെ ലീലകളൊക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ധാമത്തിൽ പോയാൽ വെറുതെ ധാമം കണ്ടിട്ട് പോകരുത്. അവിടുത്തെ ലീലകൾ അവിടുത്തെ ഭക്തന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ വരാനെന്ന് പറയും. ശ്യാമാനന്ദ പ്രഭു പഠിച്ചിരുന്ന ഒരു ഡീപ്പ് കേവ് അവിടെ ഉണ്ടെന്നാണ്. അപ്പൊ അതേക്കുറിച്ച് ചിന്തിച്ചാൽ പോലും ആ ഭഗവാനുമായുള്ള അസോസിയേഷൻ അത്രമാത്രം അദ്ദേഹം അവിടെ ഇരുന്ന ഭജനം ചെയ്തിരുന്ന സ്ഥലം, അത്രമാത്രം ശ്രദ്ധയും അത്രമാത്രം ഭക്തിയും അത്രമാത്രം എന്താണ് പറയുന്ന ആ പരിപാവനതയും അതിനൊക്കെ ഉണ്ട്. അത് നമ്മുടെ മനസ്സിനെ പോലും മാറ്റിയെടുക്കത്തക്ക രീതിയിൽ ആയിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പം ഡിവോട്ടീസിൽ നിന്ന് നമ്മൾ കഥകൾ കേൾക്കുമ്പോഴും, നല്ല ശുദ്ധഭക്തന്മാരിൽ നിന്ന് നമ്മൾ കഥകൾ കേൾക്കുമ്പോഴും അവരുടെ ഉപദേശം കേട്ടാലും നമ്മള് എന്തായിത്തീരും? ഭഗവാനുമായി അസോസിയേഷനിൽ ആകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ശീലപ്രഭാതർ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. അവരാരും കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തരല്ല. ശുദ്ധഭക്തന്മാർ കൃഷ്ണനെ മാറ്റി നിർത്തിയിട്ടില്ല. ശുദ്ധഭക്തന്മാരെ തന്റെ സമ്പത്തായി, തന്റെ സ്വത്തായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ശുദ്ധഭക്തന്മാരെ ഭഗവാൻ. നമ്മള് രാവിലെ എന്നും പറയുന്നതാണ്, സാക്ഷാത്കരിത്തേന സമസ്ത ശാസ്ത്രയെ ഉക്തസ്തദാ പദ്യതയേകശക്തി കിന്തു പ്രഹോര്യ പ്രിയേവതസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം എന്ന് പറയും. അപ്പൊ നമ്മൾ ആ ഒരു അവരുമായി അത് പറയുമ്പോഴും നമ്മളാണ് എന്ത് ചെയ്യുകയാണ്? ആ ഭഗവാനുമായിട്ട് അസോസിയേഷനിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആ ചരണാരവിന്ദത്തിൽ, അവരുടെ ചരണാരവിന്ദത്തിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുന്നു. അപ്പൊ ഈ ഭക്തന്മാർ അത്രമാത്രം കൃഷ്ണനെ പ്രിയപ്പെട്ടവരാണ് എന്ന് നമുക്കറിയണം, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പിന്നെ എന്താണ്, നമ്മള് അവരെ ഒരു രീതിയിലും അവരോട് ആ മനസ്സിൽ പോലും അവരെ കുറിച്ചൊരു ദോഷ വിചാരം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർ കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തരല്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിന് നമ്മള് ഒഫൻസ്ലെസ് ആയിട്ടുള്ള ഹിയറിംഗ് നമുക്ക് വേണം, ഒഫൻസ്ലെസ് ആയിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ നമ്മൾ വേണം. ഒരു തെറ്റുമില്ലാതെ, ഒഫൻസ് ഇല്ലാതെ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൃഷ്ണൻ അവിടെ ഉണ്ട്. നമ്മൾ പറയുന്ന നാമജപം ഒഫൻസ്ലെസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ കുറ്റമറ്റതാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ അവിടെ കാണും. അപ്പം നാരദരോട് ഒരിക്കൽ കൃഷ്ണൻ പറഞ്ഞതാണ്, എന്താ? നാഹം തിഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ, അല്ലെ? എത്ര ഗായന്തി മദ്ഭക്ത തത്ര തിഷ്ടാമി നാരദ. എന്നെ തിരക്കി വൈകുണ്ഠത്തിൽ ഓടണ്ട, യോഗിന്മാരുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നീ അന്വേഷിക്കണ്ട. പക്ഷേ എവിടെയാണോ എന്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് ശരിക്കും പ്രാർത്ഥിക്കുന്നത്, അവിടെ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോഴേ ഒരു മാനസികമായിട്ടൊരു വ്യത്യസ്തത അനുഭവപ്പെടാറുണ്ട്, അല്ലെ? അപ്പൊ നല്ലതായിട്ട് നമ്മളെ രക്ഷിക്കാൻ ആരോ ഉണ്ട് എന്നൊരു ചിന്താഗതി, ശരിക്കും നമ്മൾ നാമം ജപിക്കുകയാണ്, നമ്മുടെ മനസ്സ് ഭഗവത് പാദത്തിലാണ്, നമ്മൾ ജപിക്കുന്ന ഓരോ വാക്കുകളും നമുക്ക് മനസ്സിലാക്കിയാണ് ജപിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ കൂടെ ആരോ ഉണ്ട് നമ്മളെ രക്ഷിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ. അപ്പം ആ ഒഫൻസ്ലെസ് സ്റ്റാൻഡിങ് നമ്മളെ നമ്മുടെ ഭഗവത് പാദത്തിൽ ഭഗവാന്റെ കൂടെ തന്നെ ഇരുത്തുമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും നമ്മള് ഉറക്കം തൂങ്ങിക്കൊണ്ട് നാമം ജപിക്കാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഉറക്കം വരുന്നുവെങ്കിൽ നമ്മൾ അപ്പോഴവിടുന്ന് എഴുന്നേറ്റ് പോണം. അവിടെ ഇരുന്ന് നാമം ജപിക്കാൻ ഇരിക്കരുത്. നമുക്ക് സുഖം തോന്നും, അങ്ങനെ ഇരുന്ന് പോകും, പക്ഷെ ലേസി ആയിട്ട് നാമം ജപിക്കരുത്. അപ്പം ആ വളരെ പിന്നെ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് നാമം ജപിക്കരുത്. അതൊക്കെ പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് നാമം ജപിക്കരുത്. ഇതൊക്കെ ഒഫൻസാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മള് ദൂരെ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഹോളി നെയിമിന്റെ എതിരായിട്ടുള്ള 10 ഒഫൻസസിനെ കുറിച്ച് നമ്മൾ എവിടെയുണ്ട്? നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സ്വാമി മഹാരാജാവ് അതിനെ കുറിച്ച് 5 മണിക്കൂറാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങള് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ 10 ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കെല്ലാം കാണാതറിയാം. നമ്മൾ വെളുപ്പിനെ മംഗളാരതി ചെയ്ത് കഴിയുമ്പോൾ ഈ 10 ഡെയിലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴേ ആ ഒരു അതുകൊണ്ട് അതെന്താണ് എന്ന് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ അതുപോലെ നമ്മള്
പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ കൃഷ്ണനുമായി ബന്ധപ്പെട്ടത് എന്ത് കണ്ടാലും അതിനെ റെസ്പെക്ട് ചെയ്യണം പ്രധാനമായിട്ട്. പിന്നെ ഹോളി നെയിം, ഡേറ്റി, ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം നമ്മൾ റെസ്പെക്റ്റോടുകൂടി വേണം കാണാനായിട്ട്. അത്രമാത്രം പ്രാധാന്യം അതിന് കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴാണോ ആൾട്ടറിനടുത്ത് പോകുന്നത്, എപ്പോ പോയാലും ശരി അവിടെ ഒബേസൻസസ് അർപ്പിക്കുക തന്നെ വേണം. ഞാൻ അരമണിക്കൂർ മുമ്പാണ് ഇവിടെ വന്നേച്ചു പോയത്, അപ്പൊ തൊഴുതായിരുന്നു, അതുകൊണ്ട് ഇപ്പം വേണ്ട എന്ന് നമ്മൾ വെക്കരുത്. എപ്പോ പോയാലും അവിടെ പിന്നീട് ഒരു കാര്യം, നമ്മൾ ക്ഷേത്രത്തിനകത്ത് നിൽക്കുകയാണ്, നമ്മുടെ ഗുരുമഹാരാജാവ് അവിടെ വരുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പം ഗുരുമഹാരാജാവ് കൃഷ്ണന് തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പം മിക്കവാറും എല്ലാവരും മഹാരാജിനെ തൊഴാൻ അവിടെ ഒബേസൻസ് അർപ്പിക്കും. പക്ഷെ അത് ചെയ്യരുത് എന്നാണ് ചൈതന്യ യജ്ഞാമൃതം പറയുന്നത്. അവിടെ നിന്ന് നമ്മള് എളുപ്പം വെളിയിൽ ഇറങ്ങിയിട്ട് വെളിയിൽ നിന്നുകൊണ്ട് മഹാരാജന് മനസ്സാ ഒബേസൻസ് അർപ്പിക്കാം. അല്ലാതെ ഭഗവാന്റെ മുൻപിൽ വേറെ ആർക്കും ഒബേസൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. പിന്നെ ചാൻഡിങ്ങിന് റെസ്പെക്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനെങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ട കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ കേൾക്കാവൂ. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ചൈതന്യ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവും ഗദാധർ പണ്ഡിറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഭാഗവതം അടിമപ്പി വെച്ചിട്ട് ഭാഗവത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേരും അതാ കരയുന്നു. കണ്ണിൽ നിന്ന് ചുടുതാ കണ്ണുനീര് വന്നിട്ട് ആ ഭാഗവതത്തിന്റെ താളുകളാണ് നനയും. അപ്പൊ അത്രമാത്രം അവരെവിടെയായി ആ കൃഷ്ണലീല അവരുടെ മുന്നിൽ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമ്മൾക്ക് അത്രയൊന്നും പറ്റിയില്ലെങ്കിലും നമ്മളും അതിനായിട്ട് നമ്മുടെ ശ്രദ്ധ ആ ഭഗവത് ലീലകളിൽ മുഴുകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ സ്റ്റേജസ് എല്ലാം നമുക്ക് കിട്ടാനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയെങ്കിലേ നമ്മൾക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ, പ്രേമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിലേക്ക് പോകാനുള്ള വ്യവസ്ഥയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ അതുപോലെ നമുക്കറിയാം, നമ്മുടെ മഹാരാജ് നമ്മുടെ മുന്നിലിരിക്കുക. നമ്മുടെ മഹാരാജിന്റെ അടുത്തിരുന്നുകൊണ്ട് നമ്മൾ കഥകൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്രയും ഇതാവുകയില്ല, ശ്രദ്ധ നമ്മളിൽ നിന്ന് പോവുകയില്ല. മഹാരാജ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ വരുത്താനായിട്ട് നമ്മള് വളരെ നമ്മുടെ അടുത്ത് ഭഗവാൻ ഇരിക്കുന്നു, അല്ല മഹാരാജ് ഇരിക്കുന്നു, ആ ശ്രദ്ധ നമ്മളിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അങ്ങനെ കായ മനസ്സ അങ്ങ് വാച, കായ മനസ്സ വാച നമ്മൾ ആത്മസ്ഥനാകണം. അങ്ങനെ ആ ഒരു മൂന്ന് രീതിയിൽ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ, ഭഗവാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് മൂന്നും അവിടെ കൊടുക്കണം. അല്ലാതെ നമ്മൾ വേറെ ന്യൂസ് കേട്ടോണ്ട് നമ്മൾ വരരുത്. അപ്പം അല്ലെങ്കിൽ ക്രിക്കറ്റ് കണ്ടോണ്ട് എത്ര റൺസായി എന്ന് നോക്കിക്കൊണ്ട് നമ്മള് നാമം ജപിക്കരുതേ, അല്ലെങ്കിൽ ഭാഗവതം വായിക്കരുതേ. ആ ദിവസേന നാം ഭഗവാനെയും ഭക്തരെയും റെസ്പെക്ട് ചെയ്യണം. കൃഷ്ണനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ നമുക്ക് ജീവിതം പ്രയാസമായിട്ട് നമുക്ക് അനുഭവിക്കണം. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എത്തണം. ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? എല്ലാ ശക്തികളും നാമജപത്തിൽ അങ്ങ് നിക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശിഷ്ടാഷ്ടകത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, നാംനാമകാരി വിഹൃതാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാത്രിശിത് അവകൃപാ ഭഗവത് മമാവി അനുരാഗ. അപ്പൊ ഈ അതീന്ദ്രിയ പേരുകളെല്ലാം ഇതെല്ലാം തന്നെ എന്തെല്ലാം ശക്തിയുണ്ടോ അതെല്ലാം ഈ നാമത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ നാമത്തിൽ എല്ലാ ശക്തികളുമുണ്ട്. അത് ജപിക്കാനായി ഞാൻ പ്രത്യേകിച്ച് എന്തില്ല, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നും തന്നിട്ടില്ല. ഒരു ഹാർഡ് റൂൾസും തന്നിട്ടില്ല. അല്ല അങ്ങനെ ടൈം, കാലം, സർക്കംസ്റ്റൻസ് അനുസരിച്ചുള്ള റൂൾസ് ഒന്നും ഞാൻ തരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നാമം ജപിക്കാം, അതിന് റൂൾസ് ഒന്നുമില്ല. ഇനി അതോ ഭഗവാന്റെ കാരുണ്യത്താൽ അത് തന്നെ അത് ജപിച്ച് ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ മഹാപ്രഭു പറയുകയാണ്, ഇതൊന്നും അയ്യോ ഞാൻ എത്ര അൺഫോർച്ചുനേറ്റ് ആണ്, ഇനി ഞാൻ എത്ര ഭാഗ്യമില്ലാത്തവനാണ്, ഇത്രയും ഈ നാമജപത്തിൽ സർവശക്തികളും നിവേശിപ്പിച്ചിട്ട് ആ നാമജപം എനിക്ക് ആനന്ദം തരുന്നില്ല എങ്കിൽ ഞാൻ എത്ര നിർഭാഗ്യവാനാണ് എന്നാണ് മഹാപ്രഭു ഇവിടെ ചോദിക്കുന്നത്.
അപ്പൊ എനിക്കതിൽ അട്രാക്ഷനേ ഇല്ല. അനുരാഗ എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനോട് അനുരാഗമേ ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജ്ഞാന വൈരാഗ്യയുക്തേന അതിനെ നാമം ജപിക്കാൻ ശ്രമിക്കണം. ഭഗവത് പാദമില്ലാതെ മറ്റൊരാശ്രയം ഇല്ല എന്ന ചിന്താഗതി നമ്മൾ ആകുകയും ചെയ്യണം. വിശ്വാസോ ഗുരുവാക്യേഷു, ഗുരുവിന്റെ വാക്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കുകയും ചെയ്യണം. അതുപോലെ കൃഷ്ണനിൽ ആത്മസമർപ്പണം ചെയ്യാനുള്ള വഴി നമ്മൾ കണ്ടെടുക്കുകയും ചെയ്താൽ നമ്മളെ ഭഗവാൻ സേവകനാക്കും. അതിന് നമുക്ക് 5 limbs of devotional service തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ ഒന്ന് 5 limbs of devotional service? ഹരേ കൃഷ്ണ. ഭക്തിയുത സേവനത്തിന്റെ 5 limbs എന്തൊക്കെയാണ്? നമ്മള് ഭക്തന്മാർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, ഇപ്പൊ പറഞ്ഞതുമാണ്. എന്താണ്? സാധുസംഗം, നാമസങ്കീർത്തനം, ഭാഗവത ശ്രവണം, മധുരാവാസം, ഡേറ്റിയെ ശ്രദ്ധയോടെ സേവിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും കാര്യം ചെയ്യും. സാധുസംഘം നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ ഭക്തന്മാരങ്ങോട്ടും ഇങ്ങോട്ടും സംഘം ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അവിടെ ഭഗവാനായിരിക്കും മിക്കവാറും നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ അത് സാധുസംഘത്തിന്റെ പ്രാധാന്യമായി. പിന്നെ നാമസങ്കീർത്തനം ഭക്തിയായി ചെയ്യാൻ കഴിയണം. പിന്നെ ഭാഗവതം എന്ന് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മധുരാവാസം എന്ന് പറയുന്നത് നമ്മളെ ജീവിക്കുന്നതും ആ ഭഗവാനെ ജനിച്ച സ്ഥലത്തെ പോലെ ആക്കി മാറ്റുക. നമ്മളിപ്പോ എന്നും മധുരയിലോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലോ നമുക്ക് പോവാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുന്നിടത്തെ നമ്മളെ ആ ഭഗവാന്റെ പ്രധാന പുണ്യസ്ഥലം പോലെ നമ്മൾ കരുതി അതിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി ആ സ്ഥലത്തെ നമ്മൾ കാണണമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ 5 മാർഗങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ നമുക്കറിയാം, ഭക്തിയുത സേവനത്താൽ അനാവരണം ചെയ്യപ്പെട്ട കർമ്മമാണ് കർമ്മയോഗമെന്നും ഭക്തിയുത സേവനത്താൽ അനാവരണം ചെയ്യപ്പെട്ട ജ്ഞാനമാണ് ജ്ഞാനയോഗമെന്നും നമുക്കറിയാം. ഈ 2 കാര്യങ്ങളും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്ത്? ഭഗവത് ഭക്തിയുത സേവനമെന്ന് പറയും. അപ്പം ഭഗവാനുമായി ബന്ധപ്പെടാൻ കഴിയാത്തതാണ് ഈ ജ്ഞാനവും കർമ്മവുമെങ്കിൽ നമ്മൾ നേടിയെടുത്തതൊന്നും പ്രയോജനപ്രദമാകില്ല. നമ്മൾ നേടിയെടുത്ത ജ്ഞാനം അഥവാ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെയും ഭഗവാനെ പ്രാപിക്കാൻ സഹായിക്കുന്നതാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവൂ. ബ്രഹ്മാവാണ് പറഞ്ഞിരിക്കുന്നത് ഇത്. ബ്രഹ്മാവ് ഭാഗവതത്തിന്റെ 10ാം സ്കന്ധത്തിലെ 14ാം അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശ്രേയസ്മൃതിം ഭക്തി മുദസ്യതേ വിഭോ ക്ലിശ്യന്തിയേ കേവല ബോധലബ്ധയേ തേഷാമസൗ ക്ലേശലയേവ ശിഷ്യതേ യഥാ സ്ഥൂല തുഷാവഖാദിനാം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ഊമി കുത്തിയെടുത്താൽ അല്ലെങ്കിൽ മങ്ക് എന്ന് പറയും, മങ്ക് കുത്തിയെടുത്താൽ അല്ലെ പതിര് കുത്തിയെടുത്താൽ എന്നാണ് മലയാള കുട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പതിര് കുത്തിയെടുത്താൽ നമുക്ക് നെല്ല് കിട്ടില്ല, അരി കിട്ടില്ല. അതുപോലെയാണ് അത്രേ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളും അതുപോലെ ജ്ഞാനം. അപ്പൊ ഈ ജ്ഞാനം നമ്മളെ ഒരുപാട് ഊഹാധിഷ്ഠിതമായിട്ടുള്ള നമ്മൾ ഒരുപാട് ഭാഗവതം കേൾക്കും, ഭഗവത്ഗീത കേൾക്കും. അയ്യോ അതെന്ത് സംഭവിച്ചു, അതെങ്ങനെ അങ്ങനെ വന്നു, അതെങ്ങനെ ഇങ്ങനെ വന്നു, ഈ രീതിയിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ ഊഹത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ ജ്ഞാനത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അത് അറിയാനുള്ള ക്ലേശം ഒരു ഭാഗത്തു കൂടിയുണ്ട്. നമുക്ക് അയ്യോ അതിന്റെ ആൻസർ പലരോടെയും ചോദിച്ച് നമ്മൾ പഠിക്കും. അങ്ങനെ ഒരുപാട് കാലം നമ്മൾ ജ്ഞാനം നേടാൻ ശ്രമിക്കും. പക്ഷെ ആ ജ്ഞാനം എങ്ങനെയായിരിക്കണം? ഭക്തിയുത സേവനത്തോടു കൂടി ചെയ്യണം. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവും ഉണ്ടാകില്ല എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഊഹാഭോഗത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കത്തില്ല. അപ്പൊ ആത്മസാക്ഷാത്കാരം ലഭിക്കണോ? നമ്മൾ ഈ ഊഹാപോഹം ഒന്ന് വിട്ടിട്ട് നമ്മുടെ ഗുരുമഹാരാജ് പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന നാദസ്വരൂപമായ ഭഗവത്ഗീത ഒക്കെ ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. ഊഹാപോഹവും കൊള്ളാം, യോഗാഭ്യാസനവും കൊള്ളാം, അതുപോലെ തപസ്സും കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ ഇതിനോടൊപ്പം നമുക്ക് എന്ത് വേണം? സമർപ്പണ മനോഭാവം കൂടി നമ്മളിൽ ഉണ്ടാകും.
ഇതെല്ലാം കൊള്ളാം, ഇതെല്ലാം വേണം. പക്ഷെ അത് ഭഗവാന് സമർപ്പണ മനോഭാവം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മള് ഭക്തിനിഷ്ഠയെ കുറിച്ച് ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ശ്രവണ കീർത്തന സ്മരണ ആരാധനകളിലൂടെ വേണം ഭഗവാനെ സേവിക്കാൻ. സദാ ഭഗവാനെ സ്മരിക്കണം, സേവ ചെയ്യണം. അതിനുള്ള മനസ്സ് നമുക്ക് തരണം. പക്ഷെ ശുദ്ധഭക്തരൊന്നും നമ്മൾ ആയിട്ടില്ല. നമ്മൾ ഇന്ന് ഇപ്പോഴും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിനെ കുറേശ്ശായി ഉയർത്തിക്കൊണ്ടു പോകണം. അല്ലാതെ നമുക്ക് എത്രയും വേഗം നമുക്കങ്ങ് ഓടിച്ചാടി നമുക്ക് എന്ത് പറ്റുകയില്ല. ഒരു പരമഭക്തനെ പോലെ നമുക്ക് ആയിത്തീരാൻ നമുക്ക് പറ്റുകയില്ല. അപ്പൊ നമ്മള് അംബരീഷ മഹാരാജാവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ്, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിച്ചു. ആ നിലയിൽ അദ്ദേഹം എത്തി അല്ലെ. നമുക്കെല്ലാ ശ്ലോകം അറിയായിരിക്കും അല്ലെ. സവൈ മന കൃഷ്ണപദാരവിന്ദയോർ, മനസ്സ് കൃഷ്ണപാദത്തിലേക്ക് അങ്ങ് സമർപ്പിച്ചു. വാക്കാണെങ്കിലോ വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, അതുപോലെ കൈകളാണെങ്കിലോ കരോ ഹരേ മന്ദിരം അർജനാദിഷു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും, ചെവികളാണെങ്കിൽ അച്യുത കഥകൾ കേൾക്കാനായിട്ട്, കണ്ണാണെങ്കിൽ മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശ്യവും, ഗാത്രമാണെങ്കിലോ തത്കൃത്യ ഗാത്ര സ്പർശയംഗ സംഗമം, അതുപോലെ ഘ്രാണമാണെങ്കിലോ അവിടുത്തെ സരോജ സൗരഭം കിട്ടുന്നതിന്, രസനയാണെങ്കിലോ നാക്കാണെങ്കിലോ തുളസി, ആ പാദത്തിലെ തുളസിയെ എന്താണ് കഴിക്കുന്നതിന്, അതുപോലെ പാദമാണെങ്കിലോ ക്ഷേത്രത്തിൽ പോകുന്നതിന്, ശിരാഭാഗമാണെങ്കിലോ ഋഷികേശന്റെ മുൻപിൽ എന്താണ് നമസ്കരിക്കുന്നു. അതുപോലെ കാമമാണെങ്കിലോ ഭക്തന്മാരുടെ കാമം സാധിച്ചു. അപ്പൊ ആ നിലയിലേക്കൊന്നും അല്ല നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളൊരു സാധാരണ ലെവൽ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഈ ഭജനക്രിയയും സദാകൃതിയും ശ്രദ്ധയും ഗുരുപാദാശ്രയവും അതെല്ലാം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ ഭഗവത്ഗീതകൾ സദാ സ്മരിക്കുന്നവർക്ക് മുക്തി കിട്ടും. ഭക്തി കിട്ടാനാണ് പ്രയാസമെന്ന് അറിയാം. വിഗമംഗലം സ്വാമിമാര് പറയുന്നുണ്ട്, എന്റെ ഭക്തിപാശം കൊണ്ട് ഞാൻ അങ്ങയെ കെട്ടിയിട്ടിരിക്കുകയാണ്, അനേക കോടി കൽപ്പം കഴിഞ്ഞാലും ഞാൻ അങ്ങയെ വിടത്തില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. കരാഗ്രഹേ വാസ ഹൃദയേ മദീയേ, എന്താണ്, ആ മത്ഭക്തി പാശ ദൃഢബന്ധന നിശ്ചലസൻ ത്വം കൃഷ്ണ ഹേ പ്രളയകോടി ശതാന്തരേതി, എന്താണ്, സർവസ്യ ചൗരാ ഹൃദയം അഹിമോച്ച്. എത്ര കാലം. അപ്പൊ ആ ശുദ്ധഭക്തന്റെ സ്ഥാനം എവിടെയാണ്? എന്റെ ആ ഭക്തിപാശം കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തിലാക്കി, തടവറയിലാക്കിയിരിക്കും. നീ ഒന്ന് വിട്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം, എന്നെ ഇത്ര കാലം കഴിഞ്ഞാലും ഞാൻ വിടത്തില്ല എന്നാണ്. പക്ഷെ ആ ലെവലിലേക്കൊക്കെ അവരെത്തിയവരാണ്. നമ്മൾ ഈ ഭക്തി പ്രോഗ്രസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് ആദ്യ തൊട്ട് എങ്ങനെ നമുക്ക് അവിടെ എത്താം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തസ്മാത് ഏകേന മനസ്സ ഭഗവാൻ സത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ചേയ പൂജ്യശ്ച. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ശ്രോതവ്യ കേൾക്കുക, കീർത്തനം ചെയ്യുക, ആരാധിക്കുക ആരാധിക്കുക, പൂജനം ചെയ്യുക. ഇത്രയും കാര്യങ്ങള് നിത്യേന ചെയ്യുക. ദിവസേന, അത് ഒരു ദിവസം ചെയ്തു ഒരു ദിവസം ചെയ്യാതിരിക്കരുതേ എന്നുള്ളതാണ്. അപ്പം ഭഗവാനും അവിടുത്തെ സന്ദേശവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കുക. അപ്പം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഞാൻ എന്നെ കാണുന്നതിന് തുല്യമാണ് എന്റെ കാര്യങ്ങൾ, എന്നെ ശ്രമിക്കുന്നതും എന്റെ ബുക്കുകൾ വായിക്കുന്നതും. എന്താണ്, എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. യഥാവതുക്തോ പരരാമതന്മഹത് ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശിഷ്ണാവിത എന്ന് പറയും. ഭഗവാൻ നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ശബ്ദരൂപവും ജ്ഞാനം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അഗോചരനായി ഞാൻ നിന്നാലും ശ്രവണമാത്രനായി ഞാൻ നിന്നാലും എനിക്ക് എന്റെ ശക്തി ഒരുപോലെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ആ ഒരു ഭഗവാനെ കണ്ട് അല്പനേരത്തേക്ക് കണ്ടു, പിന്നീട് കാണാൻ പറ്റാതെ ഇരുന്നപ്പോൾ നാരദർക്ക് വിഷമമുണ്ടായി. അപ്പോഴാണിത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ആ ഭഗവാനെ കാര്യങ്ങൾ കേൾക്കുന്നതും ഭഗവാനെ കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് എന്നെ കണ്ടില്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. എന്റെ കാര്യങ്ങൾ, എന്റെ ശക്തി മുഴുവനും അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് കേട്ടുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഭഗവാൻ എങ്ങനെ സറണ്ടർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മള് ആലോചിച്ച് പെരുമാറേണ്ടതുണ്ട്. അപ്പം ഡിവോഷണൽ സർവീസിന് അനുകൂലമായിട്ടുള്ളതെല്ലാം സ്വീകരിക്കണം.
അൺഫേവറബിൾ ആയിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം കളയാൻ ശ്രമിക്കണം. എന്താണ്? പ്രജൽപ്പം. നമുക്ക് മടി കൂടുതലാണ്, കൂടുതൽ ഒന്നിയിൽ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നതും കേടാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് കഴിക്കുന്നത്, രണ്ടും അത് കുറയ്ക്കണം. കൃഷ്ണൻ പ്രൊട്ടക്ഷൻ തരും എന്നുള്ള ഒരു കൺവിക്ഷൻ നമ്മളിൽ ഉണ്ടാകണം. ഭഗവാൻ എന്റെ പ്രഭുവാണ്, ഭഗവാൻ ഗാർഡിയനാണ്, മാസ്റ്റർ ആണ് എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഫുള്ളി സറണ്ടേർഡ് ആയിരിക്കണം നമ്മുടെ മനസ്സ്. ഹ്യൂമിലിറ്റി നമ്മളില് ഉണ്ടാകണം. അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നയം ആത്മപ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുദാ ശ്രുതേന എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ ആ ഒരു വ്യാഖ്യാനം പഠിച്ചത് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അധിക ശ്രവണം കൊണ്ടോ ഒന്നും എന്നെ നേടാൻ കഴിയില്ല. പിന്നെ എന്താണ്, എങ്ങനെ എന്നെ നേടാൻ കഴിയും? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ള നാദരൂപത്തെയോ അല്ലെങ്കിൽ എന്റെ ഭക്തന്മാരെയോ അനുസരിക്കുന്നവർക്ക് എന്നെ നേടാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും നമുക്ക് ഡിസയർ വേണം. ഈ ജീവിതത്തിൽ എങ്ങനെയായാലും ഞാൻ കൃഷ്ണനെ നേടിയെടുക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്, പാകത്തിലെത്തിയ ഒരു മനസ്സല്ല. അതുപോലെ നമുക്കറിയാം, അഗ്നിയിലേക്ക് ഒരു പച്ച വിറക് കൊണ്ടുവച്ചാൽ അത് കത്തുകയില്ല, പുകഞ്ഞിരിക്കും. അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ അതേ രീതിയിലേക്ക് പാകപ്പെടുത്താൻ കുറേശ്ശെയായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് കൃഷ്ണനെ ഞാൻ നേടിയെടുക്കുമെന്ന ആ ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ നമ്മൾ ആദ്യമൊക്കെ മെക്കാനിക്കലായിട്ട് നമ്മളിത് പറയും. മെക്കാനിക്കൽ പറഞ്ഞ് കുറെ കഴിയുമ്പം ഗുരുവിന്റെയും ഗൗരംഗയുടെയും കരുണ നമുക്ക് കിട്ടും. അപ്പോഴേ ഭഗവാൻ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും അപ്പം അങ്ങനെ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാൻ വരികയും ചെയ്യണം. ഇപ്പം നമുക്കറിയാം, ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട് എത്ര അവതാരങ്ങളാണ് എടുത്തു വന്നത്, എത്ര പേരെയാണ് രക്ഷിച്ചു പോയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഭൂതകർമ്മങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ പിടിച്ചിരിക്കാതെ ഗജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് പോലെ, ഗജേന്ദ്രന് വേണ്ടി ഭഗവാൻ ചെയ്ത് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്, പൂർവ്വജന്മത്തെ കുറിച്ച് ഓർത്ത സമയത്താണ് എത്രയോ കാലങ്ങൾ അവിടെ കിടന്ന് ആ ഹുഹു എന്ന് പറയുന്ന മുതലയിൽ നിന്ന് കാലിൽ നിന്ന് വിടുവിക്കാൻ ആദ്യം ഭാര്യമാരെല്ലാം ഉണ്ടായിരുന്നു, പിന്നെ കൂട്ടുകാരെല്ലാം വന്നു, എല്ലാവരും വന്ന് അദ്ദേഹത്തെ വിടുവിക്കാൻ നോക്കി. ഗജേന്ദ്രനെ എന്താണ് മുതലയുടെ വായിൽ നിന്ന് വിടുവിക്കാൻ നോക്കി. സാധിച്ചോ? ഇല്ല. അവസാനമാണ് അദ്ദേഹം ഓർക്കുന്നത്, ഞാന് പണ്ടെന്നോ പഠിച്ചു പോയ പഠിച്ച ആ കാര്യത്തെ ഞാൻ ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ഞാൻ എങ്ങനെ ഇവിടെ വന്നു, എന്താണ് ഓം നമോ ഭഗവതേ തസ്മൈ യഥയഥശ്ചിദാത്മകം പുരുഷായ ആദിബീജായ ദേശായ ധീമഹി. അത് കേട്ടതും ഭഗവാൻ അവിടെ നിന്ന് ഗരുഡനെ പോലും വിളിക്കുന്നില്ല, ഓടി ഇങ്ങ് വരുവാണ് ഭഗവാൻ ആരെ രക്ഷിക്കാനായിട്ട്? ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ അത്രയധികം ഭാവമാണ്, അല്ലെങ്കിൽ അത്രയധികം ആഗ്രഹമാണ് ഭഗവാന് നമ്മളെ രക്ഷിക്കാനുള്ളത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് അതിന് തയ്യാറാകണം. അതിനുള്ള മാർഗമാണ് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ശ്ലോകങ്ങൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ കുറേശ്ശെങ്കിലും നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ, നമ്മുടെ മനസ്സ് പറഞ്ഞാൽ കേൾക്കത്തില്ല, ആ കേൾക്കാത്ത മനസ്സിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണമെന്നാണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. സമയം ആയിപ്പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഉപദേശാമൃതത്തില് നമ്മൾ ഭക്തിശാസ്ത്രി ചെയ്യുന്നതില് നമുക്ക് ഒരു ഓപ്പൺ ബുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് എഴുതാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാനിന്ന്. അപ്പൊ അതില് നമുക്ക് ഈ മാജി പറഞ്ഞ 9 പ്രോസസ് ഓഫ് ഭക്തി ഉണ്ടല്ലോ, 9 ഘട്ടങ്ങള്, അതിനെ കുറിച്ചിട്ടാണ് അതിൽ വരുന്നത്. അപ്പൊ അതിനൊരു കണക്റ്റഡ് ശ്ലോകം ഇന്ന് ഇതിൽ നിന്ന് കിട്ടി മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. അതില് 9 സ്റ്റേജസ് എടുക്കും. 9 സ്റ്റേജിൽ കൂടി നമ്മള് 14 പോയിന്റ്, 9 സ്റ്റേജസ് ആണ് ഇതിനകത്ത്. ഈ 22ാമത്തെ ശ്ലോകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ 9 സ്റ്റേജസും 14 പോയിന്റ്സും നമുക്ക് കിട്ടും. ഞാൻ മാതാജിയെ വിളിക്കാം. മാജി എനിക്ക് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് ഞാൻ ഫോണിലൂടെ മാജി ഒന്നുകൂടെ പറഞ്ഞു തരണം. എനിക്ക് ഇന്ന് എഴുതാൻ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും മാജി. കാരണം ഉപദേശാമൃതത്തില് അതാണ് പറയുന്നത്. 1 തൊട്ട് 7 4 വരെയുള്ള. എന്തോ മാജി? സമയം കിട്ടിയില്ല. കുറച്ചുകൂടെ വിശദീകരിച്ചത് പറയേണ്ടതാണ്. ടൈം ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട്. അതെ. ഉപദേശാമൃതത്തിന്റെ 1 തൊട്ട് 4 വരെയുള്ള ശ്ലോകങ്ങൾ ഭക്തിയിലെ ശ്രദ്ധയെ കുറിച്ചും, 4 തൊട്ട് 6 വരെ ഉള്ളത് ഭജനക്രിയയെ കുറിച്ചും, 7
പിന്നെ നമ്മുടെ എന്താണ് ബാക്കി 3 സ്റ്റേജസ് ആണ് 7 വരുന്നത്. അപ്പം നമുക്ക് 7 വരെയുള്ള ശ്ലോകംസ് ആണ് ഇന്ന് അവർ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയി മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി മാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാജി, വളരെ സന്തോഷം. നന്ദി മാജി. കൃഷ്ണന്റെയും ഗുരുവിന്റെയും കൃപ അല്ലാതെ എന്താ എനിക്കെന്തറിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ മാജി, വേറെ ആർക്കും ഡൗട്ട് ഇല്ല തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പറഞ്ഞാണ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ മാജി. ഓക്കെ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ നല്ല കൃഷ്ണ. ക്ലാസ്, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയുടെ ക്ലാസ് എപ്പോഴും അതെ, ഭയങ്കര നല്ല ക്ലാസ്. നമ്മുടെ ഗുരുദേവന്റെ കൃപ അല്ലാതെ തീർച്ചയായിട്ടും അതാ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും മാതാജി ക്ലാസ് എടുക്കും. ഹരേ കൃഷ്ണ. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാജി? ശരി മാതാജി. ഹരേ കൃഷ്ണ. ശരി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.